അപ്പോൾ നമ്മൾ ലിയാഗാർഡൻ NP ലിയാഗാർഡൻ എന്ന് വെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ ചട്ടിപ്പറമ്പിന് ഒരു പുതിയൊരു പേര് ചട്ടിപ്പറമ്പ് ലിയാഗാർഡൻ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ വെച്ചെങ്കിൽ പുതിയ പേര് ആരെ സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അതായത് നല്ലൊരു പേര് കമൻറ്റിലൂടെ അറിയിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ നമ്മൾ രഞ്ജിത്തിൻ്റെ ഇതിൽ പറഞ്ഞ മാതിരി ഒരു 1500 രൂപ 2000 രൂപേൻ്റെ ഒരു വൈറ്റ് ലോങ്ങിനോ 4 സീസണോ എന്താ വേണ്ടത് വെച്ചെങ്കിൽ ഇനി ലോങ്ങം വേണ്ടെങ്കിൽ മൊത്തം 2000 രൂപേൻ്റെ പർച്ചേസ് എന്താ വെച്ചെങ്കിൽ ആൾക്കാർ പുതിയ ഷോപ്പിൽ നിന്ന് തന്നെ ചെയ്യാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ പേര് കമൻറ്റിൽ അറിയിക്കുക. പുതിയ പുതിയ പേരുകൾ കമന്റിൽ വന്ന് അറിയിക്കണം. അതിൽ നല്ല ഏതാ നമുക്ക് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് തീരുമാനിക്കുക. പിന്നെ നമുക്ക് പുതിയ നമ്മൾ 1-ാം വർഷക്കാനി നല്ല കറക്റ്റ് നല്ല സാധനം കറക്റ്റ് 6 മാസം കൊണ്ട് കായ്ക്കണ വായക്കുളം പൈനാപ്പിളാണ് സാധനം 4-100 കേട്ടോ. 4-100 ഈ കൊറിയർ ഉണ്ടെങ്കിൽ കൊറിയറും വേണം ഇരിക്കും. കൊറിയർ അപ്പോൾ 100 എക്സ്ട്രാ 100 വരും കേട്ടോ. അപ്പോൾ 200 വേണം 4-ത്തിന് കൊറിയർ ചാർജ് വരും. നേരെ ഇവിടെ ഒന്ന് വാങ്ങുമ്പോൾ 4-100 കേട്ടോ. കൊറിയർ ചാർജ് 100 വരും. അങ്ങനെ 200. കൊറിയറിനൊക്കെ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഒക്കെ നമ്മളെ 90, 30, 25, 28 ഇപ്പോൾ താൽക്കാലം ഈ മാസം കൂടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. കാരണം അടുത്ത മാസം മുതൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലൊരാളെ നമുക്ക് ഓർഡറുകളായിട്ട് എടുക്കാം. അപ്പോൾ താൽക്കാലം ഈ മാസം കൂടി ഇങ്ങനെ പോട്ടെ. കാരണം എന്താ വെച്ചാൽ ഈ പ്രാവശ്യമൊക്കെ ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം പോയി കുറേ ആൾക്കാർക്ക് സാധനം ബുക്ക് ചെയ്തത് കുറേ ആൾക്കാർ വണ്ടിയിൽ കൊള്ളാത്തതുകൊണ്ട് വെച്ചിട്ടില്ല. എന്നാലും കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നും കൂടി പുതിയതിനൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഈ ചട്ടിപ്പറമ്പ് ഓർഡർ പറഞ്ഞ കണ്ട അപ്പോൾ അതിലൂടെ ഓർഡർ ആക്കിയാൽ ഇവിടെ കണ്ട അതേമാതിരി അവിടെ വില കുറവ് തന്നെയൊക്കെയാണ് സാധനം കിട്ടുക. അപ്പോൾ എന്താ വെച്ചാൽ അതിൽ ഓർഡർ ആക്കിയാൽ മതി. ആ നമ്പറിൽ വിളിച്ച് ഓർഡർ ആക്കിയാണ്ട് നമുക്ക് ചെയ്യാം. ഈ മാസത്തിൽ ഇപ്പോൾ എവിടേക്കൊക്കെ പോയി? തിരുവനന്തപുരം, ഈ മാസം നമ്മൾ കണ്ണൂരും കാസർഗോഡും രണ്ടും പോയി തിരുവനന്തപുരം പോയി. ഇനി അടുത്ത മാസമാണ് നമുക്ക് ഫസ്റ്റ് കാസർഗോഡ് ഉള്ളത്. അതിനിടയിൽ നമുക്ക് ചെന്നൈ ഉണ്ട്. ചെന്നൈയിൽ ഇവിടെ എന്തായാലും ഒരു 4 ദിവസം കൊണ്ട് ചെന്നൈ ഉണ്ട്. ചെന്നൈ നമ്മളെ ഒരു ബാങ്ക് മാനേജറാണ്. ഭയങ്കര എന്താണ് IDB അല്ല എന്താണ് ഇൻഡസും അല്ല ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു സതീഷ് സാറ് അറിയും. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു 1 ലക്ഷം റുപ്യേൻ്റെ സാധനം കൊടുത്തിരുന്നു. ഇപ്രാവശ്യം 1 ലക്ഷം റുപ്യേൻ്റെ സാധനം ഉണ്ട് ചെന്നൈ കൊടുക്കാറുള്ളത്. അപ്പോൾ ആ കൂടുതൽ അങ്ങനെ ചെന്നൈ നമുക്ക് ആന്ധ്ര അങ്ങനെ ഉണ്ട്. ഏത് റൂട്ട് അത്? നേരെ പാലക്കാട് ഇങ്ങനെ ചെന്നൈ പാലക്കാട് പെരിന്തമണ്ണ പാലക്കാട് അങ്ങനെ അടുത്ത ഡെലിവറി എടുക്കുമോ? ചെറിയ 4 ദിവസം കൊണ്ടുണ്ട്. പാലക്കാടൊക്കെ നമ്മൾ ഹൈവേ ഡെലിവറി അങ്ങനെ എല്ലാം കൊടുക്കാം. അതായത് ഹൈവേയിൽ അപ്പോൾ ഫ്രീ ഡെലിവറി പോകും. കാരണം ഹൈവേ നിന്ന് വാങ്ങുമ്പോൾ അത് നമ്മൾ അതിനായിട്ട് പോകണം. മറ്റേ നമ്മൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഓർഡർ ഉണ്ടാക്കിയാണ്ട് പോവാണ്. ഇതിപ്പോൾ വലിയൊരു ഓർഡർ അയാളെ സാധനം കൊടുക്കാണ്ട് അപ്പോൾ ആ കൂട്ടുകൂടി അങ്ങനെ കൊടുത്തു പോകാന്നുള്ളൂ. മറ്റേ നമ്മൾ തിരുവനന്തപുരം കാസർഗോഡൊക്കെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു 1000 രൂപ സാധനം വാങ്ങിക്ക് 100 രൂപ ചാർജ് ഇട്ടിട്ട് ഓലക്കത്തെ 100 കൊണ്ട് ഇങ്ങനെ എല്ലാ 100 കൂടിയും പല തുള്ളിയൊക്കെയാണ്ട് ഒപ്പിച്ചിക്കാണ്ട് ഡ്രൈവർക്കും എണ്ണ പൈസയൊക്കെ പാടെ അങ്ങനെ പോകുന്നുണ്ട്. ഇത് പറഞ്ഞാൽ ഇപ്പം എന്താ ഡയറക്റ്റ് നമ്മൾ ചെന്നൈക്ക് പോവാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ പാലക്കാട് ഏരിയ വേണ്ടവർക്കൊക്കെ സാധനം വാങ്ങാം.